ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, ഈ വീഡിയോ തന്നെ ഞാനൊരു മൂന്നാമത്തെ വട്ടമായി ഷൂട്ട് ചെയ്യുന്നു. അതിൻ്റെ കാരണം ഞാൻ പറയാം, കാരണം എനിക്ക് നല്ല ഓർക്കാൻ വരുന്നുണ്ട്. സോ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചെങ്കിൽ, ഇന്ന് ഉണ്ണിയുടെ ബർത്ത്ഡേ ആണ് ഗായ്സ്. സോ ഇന്ന് മെയ് 1-ാം തീയതിയാണ്. സോ അതിനെ റിലേറ്റഡാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ ഇന്ന് എനിക്ക് ആക്ച്വലി ഇങ്ങനെ പറയുമ്പോൾ ഒന്നും കറക്റ്റായിട്ട് വരുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഒന്നും കറക്റ്റായിട്ട് വരുന്നില്ല വെച്ചെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, കാരണം എനിക്ക് ഉറക്കം വന്നിട്ടാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ എനിക്ക് ഇന്നും വർക്ക് ഉണ്ടായിരുന്നു, അത് നാളെയും വർക്കുണ്ട്. സോ ഇപ്പോൾ ഓൾറെഡി 12:30 ഒക്കെ കഴിഞ്ഞു. സോ നല്ല ഉറക്കം വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ അനിയത്തിയുടെ ബർത്ത്ഡേ അല്ലേ, കുറയ്ക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താക്കി, വർക്ക് കഴിഞ്ഞിട്ട് കേക്ക്, ഗിഫ്റ്റ്, അങ്ങനത്തെ കാര്യം മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ എത്തിയിട്ടേ ഉള്ളൂ. കുറച്ച് ഗിഫ്റ്റ് ഞാൻ മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നു ആമസോണിൽ നിന്ന്. ബാക്കി കുറച്ച് ഞാൻ ഇന്നാണ് മേടിച്ചത്, കേക്കും. സോ ഗൈസ്, അപ്പോൾ വീഡിയോ ഇസ് ഉണ്ണിയുടെ ബർത്ത്ഡേ. സോ പിന്നെ ഓൾസോ ഗൈസ്, എന്നെ കണ്ടിട്ട് വല്ല മാറ്റം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യെസ് ഗൈസ്, ഞാൻ തന്നെ സ്വയം വെട്ടിയതാണ്. എനിക്കറിയാം നല്ല ഭംഗിയുണ്ടെന്ന്, ഞാൻ ആരോടും ചോദിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഗൈസ്, നമ്മൾ ഇനി ഒരു ചെറിയൊരു ക്ലിപ്പ് കാണിക്കുന്നുണ്ട്. ഉണ്ണീനെ വിഷ് ചെയ്യുന്നു. 12 മണിക്ക് ഞാനും അമ്മയും കൂടി ഉണ്ണീനെ ഒന്ന് വിഷ് ചെയ്തിരുന്നു. അച്ഛൻ ഓഫീസിലായിരുന്നു. സോ അതൊന്ന് കണ്ടിട്ട് വരൂ, അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി സംസാരിക്കാം. ഹാപ്പി ബർത്ത്ഡേ ഉണ്ണി. അമ്മ ഒരു ഉമ്മ കൊടുക്കൂ. നമ്മുടെ ചെറിയ മോൾക്കും ഇന്ന് എത്ര വയസ്സായി. അപ്പൊ അതിനടുത്ത് അമ്മ ഒരു വയസ്സെത്തിയാണെന്നാണ്. ചെറിയ പെണ്ണിനെ കെട്ടിച്ചുടാനായി. ഞാൻ അപ്പൊ അവൾക്ക് എത്ര വയസ്സ് വെച്ചാൽ അത്രയും കുറവാണ്. ഗൈസ്, ശ്രീബാല ഉണ്ട്, ഉണ്ണിയുടെ ഫ്രണ്ട്. ശ്രീബാല കേസി ഹായ്. കണ്ട, പറയേണ്ട പോലും ആവശ്യമില്ല, ഇത്ര അച്ചടക്കമുള്ള കുട്ടിയാണ് ഉണ്ണി. അവ എന്താന്ന് പറയാനുള്ളു? ബർത്ത്ഡേ ആയിട്ട് എന്താണെന്നൊക്കെ പറയാനുള്ളു? എന്തേലും എക്സ്പെക്ടേഷൻസോ പ്രതീക്ഷകളോ? എന്ത്? എവിടെ ഗിഫ്റ്റ്? എന്ത്? എവിടെ കിട്ടി? എന്തൊക്കെയാണ് പ്രതീക്ഷിക്കണത് ഗിഫ്റ്റ് ആയിട്ട്? ജനറലി അത് ഗിഫ്റ്റിൽ പെടില്ല. ഗിഫ്റ്റ് ആയിട്ട് എന്താ പ്രതീക്ഷിക്കണപ്പോ? കൊടുത്തോളൂ. അപ്പൊ കഴിഞ്ഞു. അച്ഛൻ വരുമ്പോ അച്ഛൻ്റെ സോഡയും മേടിച്ചോളാം. ഒരു പ്രതീക്ഷയില്ല. അനക്ക് ഞാൻ പറയാണ്, ഈ പറഞ്ഞ എന്ത് വേണമെങ്കിൽ മേടിച്ചു. അങ്ങനെ ഒരു സാധനം എന്തായിരിക്കും? ഞങ്ങളെല്ലാവരും രണ്ട് പറയാം, ഉണ്ണി അനക്ക് എന്ത് വേണമെങ്കിൽ ഒരു സാധനം, അനക്ക് എന്ത് വേണമെങ്കിൽ മേടിക്കാനുള്ള സ്വാതന്ത്ര്യം തരികയാണ്. പൈസ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് സാധനമാണ് പറയാം? എന്തും ആവാം. അത് ഫുഡാവാം, ഇലക്ട്രോണിക്സ് ആവാം, ബുക്കാവാം, എന്തും. എൻ്റെ അല്ലേ ബർത്ത്ഡേ? എന്തും എന്ത് വേണമെങ്കിൽ. അതാ ഞങ്ങൾ അമ്മോട് ചോദിക്കാത്തത്. ബൈ. എന്ത് പറ, സ്പെസിഫൈ ചെയ്യും. ഇലക്ട്രോണിക്കിൽ ഇപ്പൊ ഒന്നും പണ്ടേ ഇല്ലാത്തില്ല, എല്ലാം ഉണ്ട്. ഇനി എന്ത് ഇലക്ട്രോണിക് ആയി എടുക്കുക? ആനിമേന്റെ എന്തെങ്കിലും. ആനിമേ ഏത് ആനിമേ പറ? അല്ല പറഞ്ഞോ.
ആനിമ ചെക്കൻ അതാണല്ലോ അതിന്റെ ചെക്കൻ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ പറത്തിയിട്ട് ചെക്കൻ ഇങ്ങനെ നിൽക്കണാണല്ലോ ആനിമയില് അതിന്റെ കാർട്ടൂൺ പറ ഏതാ അനിമ? ഏതാ അനിമയാ? വേണ്ട, ഈ പേര് പറയ്. അത് വൺ പീസ് അപ്പൊ വൺ പീസ് എന്താ? വൺ പീസ് ഏതാ? അത് നമുക്ക് ഇഷ്ടമല്ല. അപ്പൊ ഡീമൺ സ്ലേയറോ? ആ 5 ആനിമ പറ, എനിക്ക് ഇഷ്ടമുള്ള 5 ആനിമ ഏതൊക്കെയാ? ഒറ്റക്കണ്ണനുണ്ട്, പിന്നെ ഒറ്റക്ക് പോണുണ്ട്. ആരപ്പൊക്കെ കഴിഞ്ഞ കൊല്ലം വരെ BTS കാരായിരുന്നു. ഇപ്പൊ അവരൊക്കെ അവിടെ പോയേ. BTSന്റെ ഒന്നും വേണ്ടേ? ജങ്കൂക്കിന്റെ കല്യാണം ആലോചിച്ചെന്നാലോ? ഒറ്റക്കണ്ണൻ ഒറ്റക്കണ്ണനെ എത്ര വേണ്ടത്? ഒറ്റക്കണ്ണനെ അറ്റക്കണ്ണനൊക്കെ അല്ലാണ്ട് ആനിമേ റിവ്യൂ. ഓക്കെ, അത് ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് എന്തായിരിക്കും വേണ്ടത്? ഞാൻ പറഞ്ഞിട്ടായി അമ്മോട് ചോദിക്കുന്നില്ല. ഞാൻ വെയിറ്റ് ചെയ്യും 2-3-4 മാസം വരെ. പ്രതീക്ഷ ഉണ്ട് വരയ്ക്കാൻ പറ്റണെന്ന് വെച്ച് കഴിഞ്ഞാ പെന്ന് മതിയോ? അങ്ങനെയല്ല, ഇങ്ങനെ കുറച്ച് ബ്ലാക്ക് പെന്ന് വാങ്ങിക്കൊടുത്തിട്ട് ആരെങ്കിലും കൊടുക്കണ്ടെങ്കിൽ ഈ കുട്ടിക്ക്. അതുപോലെ ആ കുട്ടി ആ ബ്ലാക്ക് പെന്ന് മുഴുവൻ തിന്ന് തീർക്കാണ്. അപ്പൊ അതുകൊണ്ട് ഒരു റിക്വസ്റ്റ് ആണ്, ആരെങ്കിലും ഈ കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ലോറി ബ്ലാക്ക് പെൻ. പറഞ്ഞോട്. മറ്റേക്കണ്ണം കഴിഞ്ഞു, അത് കഴിഞ്ഞു. ഇത്ര ഇനി ഒക്കെ ആഗ്രഹങ്ങളൊന്നും ഇല്ല. എന്തെങ്കിലും മതി എനിക്ക്. എനിക്ക് അങ്ങനെ ഒരു ഉമ്മ മതിയോ? ഉമ്മ എന്തായാലും മതി. അത് നാമ ഒരു മുട്ടാണ് കഴിഞ്ഞു. അപ്പൊ കഴിഞ്ഞു. അറ്റക്കണ്ണനും കുറ്റക്കണ്ണനും കഴിഞ്ഞു. ബൈ. സോ ഗൈസ്, ആ വീഡിയോ കണ്ടു ഞാൻ വിചാരിക്കുന്നു. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്നുണ്ട് എന്താ വേണ്ടത് എന്നുള്ളത്. സോ അവള് ഞാനും കുറേ കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്താണ് ഇവൾക്ക് മേടിച്ചു കൊടുക്കുന്നത്. കാരണം ഇവൾക്ക് അങ്ങനൊന്നും പറയില്ല, എന്നത് വേണമെന്നൊന്നും പറയില്ല. സോ പിന്നെ ഇവൾക്ക് ആകെ പ്രാന്തുള്ളത് ഇലക്ട്രോണിക് സാധനങ്ങളോടാണ്. പക്ഷെ അത് ഇനി മേടിച്ചു കൊടുക്കാൻ പറ്റില്ല, കാരണം ഇനി ഇവിടെ വെക്കാൻ സ്ഥലമില്ല ഗൈസ്. 2 ലാപ്ടോപ്പ്, 2 ഫോൺ, ഇയർഫോൺ എല്ലാം ഉണ്ട്. എല്ലാം ഉള്ളതുകൊണ്ട് സ്മാർട്ട് വാച്ച് ഒക്കെ ഉണ്ട്. ഇനി ഒരു അലക്സയുടെ കുറവുണ്ട് ഇവിടെ. അത് കുഴപ്പമില്ല, അത് നമ്മൾ മേടിക്കും, ഇപ്പം അല്ല. സോ ഇലക്ട്രോണിക്സ് വേണ്ടെന്ന് നമ്മൾ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവൾക്ക് ഇഷ്ടം, എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം BTS ഇവൾക്ക് എന്ത് പ്രാന്താണെന്ന്. ഞാൻ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് കയറി നോക്കി നോക്കാം. അല്ലെങ്കിൽ ഞാൻ ഈ മേലെ ആ ഐന്ന് കൺസെൻറ്റ് അവിടെ ഞാൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എത്ര പ്രാന്താണ് എന്ന് നമുക്കറിയാം BTS. സോ ഞാൻ വിചാരിച്ചെന്നാൽ BTS രീതിക്ക് പോകാമെന്ന്. പക്ഷേ ഈ BTS തന്നെ ഞാനിതിന് മുന്നേ ഞാൻ ഇവൾക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു വേണ്ട. പക്ഷെ പേടിക്കണ്ട, പുതിയ പ്രാന്ത് തുടങ്ങിയിട്ടുണ്ട്, ആനിമേ ഇപ്പോൾ കാണലുണ്ടാവുള്ളൂ. എനിക്ക് അങ്ങനെ അറിയാം. അപ്പോൾ ഗൈസ്, വീഡിയോ ക്ലാരിറ്റി കുറച്ച് കുറവായിരിക്കും, കാരണം ഫോൺ ഡെഡായി. സോ നിങ്ങളവിടെ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, സോ അങ്ങനെ ഞാൻ കുറേ ആലോചിച്ച് ഇവൾക്ക് ആനിമേ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും മേടിക്കാൻ പറഞ്ഞു. ഭാഗ്യത്തിന് എന്താണ് അവൾ എക്സ്പെക്റ്റേഷൻ ചോദിച്ചപ്പോൾ അവളത് പറഞ്ഞു. സോ എനിക്ക് ഒരു സന്തോഷമായി, കുറച്ചെങ്കിലും അവൾ ആഗ്രഹിച്ചത് കിട്ടുമല്ലോ. പിന്നെ പറഞ്ഞതൊന്നും നമുക്ക് എന്തായാലും ഐ തിങ്ക് ഇത് കൊടുക്കുമ്പോൾ സന്തോഷമാവും തോന്നുന്നു, അറിയില്ല.
എന്തായാലും നമ്മളിപ്പോൾ ഒന്നും ഗിഫ്റ്റ് കൊടുക്കുന്നില്ല, കേക്ക് ഇപ്പോൾ മുറിക്കുന്നില്ല. കാരണം അച്ഛനും കൂടി വന്നിട്ട് നമ്മൾ ഒരുമിച്ച് കൊടുക്കാമെന്നാണ് തീരുമാനിച്ചത്. സോ ഇപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോവാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് ഗിഫ്റ്റ് പൊതിയാനുള്ള സാധനങ്ങളൊന്നുമില്ല. സോ ഗിഫ്റ്റ് പൊതിയാണെങ്കിൽ അല്ലെങ്കിൽ പൊതിയണതിന് മുന്നേ എന്തായാലും കാണിച്ച് തന്നിട്ട് പൊതിയും. അതോ കാണിക്കാതെ പൊതിയും എന്നാലും നിങ്ങൾക്ക് സർപ്രൈസ് ആവുള്ളൂ. സോ യാ, അടുത്ത വീഡിയോയില്ല, ഇതിൻ്റെ ബാക്കി തന്നെ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും എന്തൊക്കെയാണ് നമ്മൾ മേടിച്ചു കൊടുത്തത് എന്നൊക്കെ ഉള്ളത്. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ്, എൻ്റെ ആകെപ്പാടുള്ളൊരു ആഗ്രഹമായിരുന്നു ഉണ്ണി ഗിഫ്റ്റ് കാണുമ്പോൾ ഒന്ന് ഞെട്ടണമെന്നുള്ളത്. അവൾ ഇനി അഥവാ അതിൻ്റെ ഉള്ളിലുള്ളത് എന്താന്ന് ലൈക്ക് അതറിഞ്ഞിട്ട് ഞെട്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ബട്ട് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഈ പാക്കേജിങ് അത് കണ്ടാൽ അവൾ എന്തായാലും ഞെട്ടും. സോ ഗൈസ്, വൺ ഡൺ. ഇനി ബാക്കി വീഡിയോ നാളെ കാണും ഗൈസ്. എല്ലാവർക്കും വേണ്ടി. The next day. Happy birthday, Unni. Happy birthday, Unni. Thank you. Happy birthday to you. പാക്കിങ് എങ്ങനെയുണ്ട്? പേടിച്ചില്ലേ? BTSന്റെ എന്താ മനസ്സിലായോ? യെസ്, കൊറിയൻ മുട്ടൈസ്, ജാപ്പനീസ് മുട്ടൈസ്. ജാപ്പനീസ് ഒരേ രാജാവ് ഉറക്കത് മന്ദബുദ്ധിയെ. തുറന്നാ മതി. അതേതാ കൊറിയനോ ജാപ്പനീസ്? എല്ലാം ചെയ്യുന്ന തന്നാ മതി. അങ്ങനല്ല കടത്തിയിട്ടുണ്ട്. ഇതെന്താ ഇങ്ങനെ
ആ വയറെടുക്ക് ഇത് കണക്ട് ചെയ്യണം. അത് കാണിക്ക്. ഇതാരാ ലൂഫി എന്ന് വെച്ചാൽ ആരാ? എൻ്റെ അമ്മയുടെ പോലെ ആരെങ്കിലും. അപ്പൊ ആനിമേന്ന് നമുക്ക് എന്താ വേണം പറഞ്ഞ് കിട്ടിട്ടോ. Happy birthday to you. Happy birthday to you. Happy birthday to you, Sinanda. Terus